ഫൈനലി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയാം. പക്ഷേ ആ റീസൺ പറയാൻ സമയം കളയുന്നില്ല. നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് സ്ട്രേറ്റ് ടു തുടരും. ഈ സിനിമ ആണ് മോഹൻലാലിൻ്റെ ആക്ച്വൽ കംബാക്ക് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കംബാക്ക് എമ്പുരാനും ഒരു രീതിക്ക് കംബാക്ക് എന്ന് പറയാം. പക്ഷേ എമ്പുരാനിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റോറി വൈസ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വൈസ് കുറേയൊക്കെ അത് ഭയങ്കര എന്തോ ഒരു മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അതൊക്കെ തുടരും എന്ന് പറയുന്ന ഈ സിനിമയ്ക്കകത്ത് അവർ നന്നായിട്ട് സ്റ്റോറി ആയാലും പ്ലോട്ടായാലും എല്ലാം അവർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആണ് എടുത്തേക്കുന്നത്. ഈ സിനിമയുടെ ഡയറക്ടറായ തരുൺ മൂർത്തി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തേക്കുന്നത് എപ്പോഴത്തെ പോലെ ജേക്സ് ബിജോയാണ്. പുള്ളിയുടെ ഏത് ഡിസപ്പോയിൻമെൻ്റ് ഒന്നും എനിക്കിങ്ങനെ തോന്നിയിരുന്നില്ല. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ അഗെയിൻ ലൈക്ക് ഐ സെഡ്, ഇതാണ് മോഹൻലാലിൻ്റെ ആക്ടിങ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സിനിമ. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ, ആ പുള്ളിയുടെ ആക്ടിങ് റേഞ്ച് ഏത് ലെവൽ വരെ ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തുടരും. എമ്പുരാനിലെ എല്ലാവരുടെ ഫേവറേറ്റ് സീൻ ഏതായിരിക്കും? ആ ജംഗിൾ ഫൈറ്റ്. ആ ജംഗിളിൽ സ്റ്റീഫൻ ഇറങ്ങി വന്ന് മുണ്ടെടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. അതാണ് എല്ലാവരുടെയും എമ്പുരാനിലെ ഫേവറേറ്റ് സീൻ. ആ സീനിനെ ഒരു എൻ്റയർ സിനിമ ആക്കിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് തുടരും. കാരണം ഈ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചെയ്യുന്ന ഭയങ്കര ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ സ്റ്റോറിയാണ് തുടരും. അപ്പോൾ സാധാരണക്കാരനാകാൻ ഒരു സാധാരണ വേഷവും മുണ്ടൊക്കെ ഉടുത്തും അതൊക്കെയാണ് ലാലേട്ടൻ്റെ ഒരു ഓവറോൾ ഗെറ്റപ്പ് ഈ സിനിമയ്ക്കകത്ത്. ആ ഗെറ്റപ്പും ഒരു സാധാരണക്കാരൻ്റെ ഒരു ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലാലേട്ടനൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വേറെ ഒരു ആക്ടറും ലാലേട്ടനൊക്കെ നന്നായിട്ട് ഒരു സാധാരണക്കാരൻ്റെ റോള് ആരും ചെയ്യില്ല. ലാലേട്ടൻ്റെ ക്യാരക്ടർ ആകുമ്പോൾ ഒരു ഭയങ്കര ഒരു റിലേറ്റബിലിറ്റി ഉണ്ട്. കേരളത്തിൽ ഒരു എവ്രിഡേ ഫാമിലിയിൽ, ഒരു എവ്രിഡേ ലവിങ് ഫാമിലിയിൽ എങ്ങനെയാണോ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നതും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതൊക്കെ ഭയങ്കര ഒരു റിലേറ്റബിലിറ്റി ആണ് തുടരും എന്നുള്ള സിനിമ. പക്ഷെ ആ റിലേറ്റബിലിറ്റിയിൽ സെക്കൻഡ് ഹാഫിലോട്ട് അടുക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗിയർ മാറുന്നു. ആ ഗിയർ മാറുമ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് ആകെ മൊത്തം അലങ്കോലമായി തിരിഞ്ഞു മറിഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്, അതാണ് തുടരും. ഈ സിനിമേനെ പറ്റി എന്തോരം നല്ലത് പറഞ്ഞാലും കുറവാണ്. കാരണം എന്തോരം വർഷമായിട്ടാണെന്നറിയോ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ വന്നേക്കുന്നത്. എമ്പുരാനിൽ പിന്നെ കംബാക്ക് എന്ന് പറയാം ഒരു എക്സ്റ്റെൻഡ് വരെ. പക്ഷെ അതിനകത്ത് ക്യാരക്ടറിനോട് ആൾക്കാർക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റില്ല. ആ കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് തന്നെ അതൊരു ഭയങ്കര ലാർജർ ദാൻ ലൈഫ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഷാരൂഖ് ഖാൻ്റെ പഠാൻ സിനിമയ്ക്കത് ഷാരൂഖ് ഖാൻ്റെ ഭയങ്കര ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറാണ്. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസിസ് ചെയ്താൽ നമുക്ക് ആ സിനിമ കാണാൻ പറ്റുള്ളൂ. അതേ സെയിം ഒരു സംഭവമാണ് ഇപ്പോൾ എമ്പുരാനിൽ സംഭവിച്ചേക്കുന്നത്. പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര ഒരു ഗ്രൗണ്ടഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദൃശ്യത്തിലൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിക്കകത്ത് നടക്കുന്ന ഒരു ത്രില്ലും അതിനകത്ത് നടക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസും ആ ഒരു ലെവല് അല്ലെങ്കിൽ അതിനെക്കഴിഞ്ഞും പൊക്കത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് തുടരും ഇൻ മൈ ഒപ്പീനിയൻ. എല്ലാവരുടെ ഒപ്പീനിയൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ബട്ട് ഐ തിങ്ക് തുടരും ഈസ് അപ്പ് ദെയർ വിത്ത് മോഹൻലാൽസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ദാറ്റ് ഹി ഹാസ് എവർ പുട്ട് ഔട്ട്. സോ മോഹൻലാൽ ഈ റോളിനകത്ത് ഈ ബെൻസ് അല്ലെങ്കിൽ ഷൺമുഖം എന്നാണ് പുള്ളിയുടെ ഈ ക്യാരക്ടറിൻ്റെ പേര്. പക്ഷേ ഒരു നിക്ക് നെയിം എന്നുള്ളത് ബെൻസാണ്. അപ്പോൾ നമുക്ക് ബെൻസ് എന്ന് പറയാം. ബെൻസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. പുള്ളി എങ്ങനെയാണ് ഒരു ടോട്ടൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്ത് പുള്ളിയുടെ ഒരു ആർക്ക് എങ്ങോട്ടായിരിക്കും പോകുന്നത്, അത് നിങ്ങൾക്ക് സിനിമ ഉണ്ട്, ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക എന്തായിരിക്കും ആർക്കെന്ന്. പക്ഷെ ആ ഇന്നസെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഈ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുമ്പോൾ ഇങ്ങനെ ഒരു ആർക്കുണ്ട് പൊക്കത്തോട് പോകുന്ന ആ ഒരു ആർക്കും ലാലേട്ടൻ്റെ ആ ഒരു ആർക്ക് പോർട്രേ ചെയ്യുന്ന ഒരു ആക്ടിങ്ങും എക്സ്പ്രഷൻസും എല്ലാം ഭയങ്കര റിലേറ്റബിലിറ്റി എന്ന് മാത്രമല്ല ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ, വില്ലന്മാരുടെ അടുത്ത് ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് ഇതിനകത്ത് വില്ലനായിട്ട് ചെയ്തേക്കുന്ന പ്രകാശ് വർമ്മ എന്ന് പറയുന്ന പുള്ളി ചെയ്തേക്കുന്നത്. ആ പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ പുള്ളിയുടെ ആക്ടിങ് ദേഷ്യം വന്നു. പുള്ളിയുടെ വില്ലനെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു ഇഷ്ടപ്പെടും, ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ആ ഈ ലാലേട്ടൻ്റെ പോലത്തെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ ഒരു വെറുപ്പ്, ഒരു ദേഷ്യമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രകാശ് വർമ്മ ചെയ്തേക്കുന്നത്. ജോർജ് സാർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്
ഭയങ്കര അടിപൊളിയായിട്ട്, പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം ഫിലിം വില്ലൻസ് ഇൻ എ വൈൽ. ലൈക്ക് കുറേ നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ വില്ലന്മാരിൽ നിന്ന് ഇത്രയും നമുക്ക് പേഴ്സണലായിട്ട് ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടർ വന്നേക്കുന്നത്. അത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ സാറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ പെർഫോമൻസ് എലോൺ, ഇതിപ്പോൾ ലാലേട്ടനല്ല വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ പോലും ആ പുള്ളിയുടെ പെർഫോമൻസ് എലോൺ ഈ സിനിമേനെ സേവ് ചെയ്തേനെ. പക്ഷേ ലാലേട്ടൻ്റെ ആക്ടിങ്ങും കൂടെ ഈ സിനിമയ്ക്കകത്ത് വന്നപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമ പീക്കാണ്. അതാണ് ഈ തുടരും എന്നുള്ള സിനിമേനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത്രമാത്രമേ ഉള്ളൂ. ആബ്സല്യൂട്ട് സിനിമ, ഇത് ഈ ഒരു മീമുണ്ടല്ലോ ആബ്സല്യൂട്ട് സിനിമ എന്നുള്ള, അതാണ് തുടരും എന്നുള്ള മൂവി. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഡയറക്ഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും എമ്പുരാനെ വെട്ടുന്ന, അല്ലെങ്കിൽ എമ്പുരാനെ വെട്ടുന്നതല്ല, എമ്പുരാനെ മറിച്ചിടുന്ന രീതിക്കുള്ള സിനിമയാണ് തുടരും. പിന്നെ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ വൈഫായിട്ട് ശോഭന മാമും ഉണ്ട്. പുള്ളിക്കാരിയും ലാലേട്ടനുമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് പണ്ടത്തെ പോലെ തന്നെ ഭയങ്കര നാച്ചുറൽ, ഭയങ്കര അടിപൊളി, കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു കപ്പിളാണ് ഇവർ രണ്ടുപേരും. എല്ലാവരും മെൻഷൻ ചെയ്യാൻ നിൽക്കുന്നില്ല, പക്ഷെ എല്ലാവരും ഭയങ്കര ഒരു പവർ പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തേക്കുന്നത്. എനിക്ക് ഇതിനെ കഴിഞ്ഞും കൂടുതൽ ഈ സിനിമേനെ പറ്റി പറയാനൊന്നും ഇല്ല. കാരണം സിനിമ ഇറങ്ങിയിട്ട് 4-5 ദിവസം കഴിഞ്ഞു. അപ്പോൾ കാണേണ്ടവരെല്ലാവരും കണ്ടു കഴിഞ്ഞു, ഏകദേശം കാണേണ്ടവരെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമേനെ പറ്റി ഇതാണ് എൻ്റെ ഓവറോൾ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ്. ഒരു സ്കോർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് ഗിവ് 4.8 ഔട്ട് ഓഫ് 5. പക്ഷേ എടുത്തേക്കുന്നതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. സോ ഓവറോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ് 4.8 ഔട്ട് ഓഫ് 5, വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി അമേസിങ് ഫോർ എ മോഹൻലാൽ ഫിലിം. കാരണം എമ്പുരാൻ്റെ കിട്ടിയേക്കുന്ന റേറ്റിംഗൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എനിക്ക് പേഴ്സണലി എമ്പുരാൻ ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ആ സിനിമ വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ ഈ സിനിമ മെജോറിറ്റി അല്ല, എല്ലാവർക്കും ഈ സിനിമ നന്നായിട്ട് വർക്കാവും. അപ്പോൾ ഓവറോൾ 4.8 ഔട്ട് ഓഫ് 5 അടിപൊളി സിനിമയാണ്. ഇത് ഞാൻ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാണ്ട്, ഇത് വനിതയിൽ അല്ലെങ്കിൽ കവിതയിൽ അല്ലെങ്കിൽ ഒരു ഫാൻസിൻ്റെ ഒരു ആംബിയൻസ് ഉള്ള തിയേറ്റർ പോയി കാണുക. ഞാനിത് പോയി കണ്ടത് ന്യൂക്ലിയസ് മോളിലാണ്. കാരണം എനിക്ക് ലേറ്റായിട്ട് 4-5 ദിവസം കഴിഞ്ഞ് ലേറ്റായിട്ട് കാണുന്ന കാരണം എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അത് കാരണം മോളിൽ പോയി കാണേണ്ടി വന്നു. ഈ സിനിമ ഒരിക്കലും ജീവിതകാലത്ത് മോളിൽ പോയി കാണരുത്. ഇതൊക്കെയാണ് ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു വനിത പോലത്തെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കവിത പോലത്തെ സ്ഥലത്ത് ആംബിയൻസ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് പോയി കാണുക. അതായിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇനി ഞാൻ 2 ആഴ്ചത്തേക്ക് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള കാര്യത്തിലോട്ട് വരാം. ഞാൻ അത് ഗുഡ് ബാഡ് അഗ്ലി കണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വാർഫെയർ ഐമാക്സിൽ പോയി കണ്ടായിരുന്നു. ഇത് 2 കണ്ടതിന് ശേഷം ഞാൻ തമിഴ്നാട്ടിൽ അത് ചെറുതായിട്ടൊരു ട്രിപ്പിന് പോയതിന് ശേഷം ഞാൻ ട്രിപ്പിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഇനി അപ്പം തന്നെ കോളേജിൽ നിന്ന് ഇൻറ്റേൺഷിപ്പായി. ഈ ഇൻറ്റേൺഷിപ്പ് ആയി കഴിഞ്ഞിട്ട് 1-1.5 ആഴ്ച അങ്ങനെ പോയി. അതിൻ്റെ പുറകെ ഒരു വീഡിയോ എടുക്കലും നടന്നില്ല. ഒന്നും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല, അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് തീരാൻ നിൽക്കുന്ന സമയത്തായപ്പോഴത്തേക്കും എനിക്ക് പനിയും വന്നു. അപ്പോൾ അതാണ് മെയിൻ റീസൺ ഞാൻ ഈ സിനിമേനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത. കാരണം ഒച്ചയൊക്കെ പോയിരിക്കുകയാണ്, പനി പിടിച്ച് ആകെ മൊത്തം ഒരു രീതിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ബാക്കി എൻ്റെ വീഡിയോസിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചെറുതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത് തൽക്കാലത്തേക്കൊന്ന് സഹിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും ലോങ്ങർ വീഡിയോസ് വരും പനി കുറയുന്നതനുസരിച്ച്. ബട്ട് അതാണ് റീസൺ. എനിക്ക് പനി പിടിച്ച് ഇൻറ്റേൺഷിപ്പ് വന്ന് പിന്നെ ട്രിപ്പിനൊക്കെ പോയി കുറേ സംഭവങ്ങൾ ഈ 2 ആഴ്ചയിൽ സംഭവിച്ചു. അത് കാരണം ഒരു വീഡിയോ ഇടാനുള്ള സിറ്റുവേഷനിലായിരുന്നില്ല. ബട്ട് ഇനി തൊട്ട് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും. വാർഫെയർ ഐമാക്സ് റിവ്യൂ കൂടെ വരും. പക്ഷേ ഗുഡ് ബാഡ് അഗ്ലിൻ്റെ വീഡിയോ ഞാൻ ഇനി അത് OTTയിൽ അത് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ റിവ്യൂ വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ അതിൻ്റെയും റിവ്യൂ വരും, എല്ലാത്തിൻ്റെയും റിവ്യൂ വരും. ഇനി വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നെക്സ്റ്റ് ഇന്ന് തന്നെ വാർഫെയറിൻ്റെ റിവ്യൂ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. ടിൽ ദെൻ ബൈ.